ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ജബൽ അയ്യൂബിലേക്കാണ്. അയ്യൂബ് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇത് അറബികളുടെ ഹോട്ടലാണ്. അറബിക് ഫുഡ്, അറബിക് ടേസ്റ്റിൽ നിന്നൊരു മട്ടൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കുള്ള മന്തി ഇവിടെ വന്നിട്ടുണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊക്കെ പോലെ ഭയങ്കര ഭയങ്കര ടിപ്പ് ടോപ്പിലൊക്കെയാണ് വന്നേക്കുന്ന സാധനം. അപ്പോൾ ഇത് നമ്മൾ ചിക്കനും മട്ടനും കൂടി മിക്സ് ആക്കിയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മളിടയ്ക്ക് മട്ടൻ കഴിക്കാത്തവരുണ്ട്, എക്സ്പെഷ്യലി ഞാൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മട്ടനും ചിക്കനും കൂടി മിക്സ് ആക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, കാണാനൊക്കെ രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ ഒരു രക്ഷയില്ല, ഭയങ്കര ഇതാണ് നമുക്ക് പറയണത്. ചിക്കനും കുഴപ്പമില്ല കേട്ടോ, ചിക്കൻ നോർമലി ചിക്കൻ, പക്ഷേ റൈസിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെ തന്നെ ഷോപ്പുകൾ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അറബിക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴി അങ്ങോട്ട് ഫുള്ള് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഫുള്ള് മഞ്ഞായിട്ടിരിക്കുക. ഖരീഫ് തുടങ്ങിയത് കൊണ്ട് ഫുള്ള് മഞ്ഞാണ്. റോഡൊക്കെ കാണാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പതുക്കെയാണ് അങ്ങനെ പോകുന്നത്. വണ്ടികളൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്പോട്ടെത്തി. ഇവിടെ കുറേ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഖരീഫ് ആയതിനെ കൊണ്ട് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ കോഫി ഷോപ്പായിട്ടുമല്ലോ ആൾക്കാർ ഇതാക്കി വെച്ചേക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇതിന് മുന്നേ നമ്മളിവിടെ വന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അതിന് ചുറ്റും മലയല്ലേ, നല്ല ഭംഗിയുണ്ട്, ഫുള്ള് മഞ്ഞാണ്. ചെറുതായിട്ടിങ്ങനെ മഴ പൊടിക്കുന്നുണ്ട്, പക്ഷേ അത് കുറേ അങ്ങനെ ദേഹം നനയാനായിട്ടൊന്നുമില്ല. കുറേ നേരം നിന്നാൽ അങ്ങനെ ചെറുതായിട്ട് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്നെപ്പോലുള്ള തണുപ്പ് രോഗികൾക്കൊക്കെ ഇത് തന്നെ ധാരാളം. അങ്ങനെ കുറേ നേരം നാടൊക്കെ നമ്മളൊന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്, മക്കബറയിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് ഇതാണ്. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ നിൽപ്പുണ്ട്, കുടയൊക്കെ ചൂടി മാങ്ങയും വെള്ളവും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ കപ്പിലാക്കിയിട്ട് അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നടന്നിങ്ങനെ കയറണം. അപ്പോൾ ഇവിടെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ ഉള്ളത്.
നമ്മൾ ഇങ്ങനെ ഫസ്റ്റിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കാൽപാദം പതിഞ്ഞ ഒരു ഇത് കാണാം. ഇതിനുള്ളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാൽപാദമാണ് പതിഞ്ഞ. സൈഡിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഇളകി കിടക്കുന്നത് കൊണ്ട് ചിലർക്കൊന്നും മനസ്സിലാവില്ല. എന്നാലും നമുക്ക് നല്ലപോലെ മനസ്സിലായി. ആദ്യം തവണ വന്നത് നോക്കിയപ്പോൾ ഒന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ഇപ്പോൾ നല്ല വൃത്തിക്ക് മനസ്സിലായത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ഖബർ. ഇവിടെയാണ് നമ്മളെ നാട്ടിലെ പോലെയുള്ള ഇതൊന്നുമില്ല. ഒരു മുറി അവിടെ ഇങ്ങനെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ പള്ളിയായിട്ടോ വലിയ ഇതൊന്നുമില്ല. വെളിയിലായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പഴുത്ത മാങ്ങയുണ്ട്, പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പച്ചമാങ്ങയുണ്ട്, അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് അയ്യൂബ് നബിക്ക് രോഗശമനം കിട്ടിയ കുളത്തിൻ്റെ അരികിലേക്കാണ്. അത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട്, ഒരുപാടൊന്നുമില്ല, ഒരിത്തിരി അങ്ങോട്ട് വണ്ടിയിൽ പോയിട്ട് വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് മലയുടെ താഴെയാണ്. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി പോകണം. മേലെ കുറേ ഇങ്ങനെ ഇറങ്ങണം, എന്നാലാണ് കുളത്തിനരികിലേക്ക് എത്തണേ. അപ്പോൾ ഇങ്ങനെ കുറേ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പതുക്കെ പോകാം. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ഇറങ്ങി വന്നതാ. അവിടെ നിന്ന് ഇനി അങ്ങനെ അങ്ങോട്ട് പോകണം. കുറേ ഉണ്ട്, എന്നാലും ചെറുതായിട്ട് ക്ഷീണിച്ചു, അത്രയേ ഉള്ളൂ. കുഴഞ്ഞ്, എന്നാലും വലിയ കുഴപ്പമില്ല. കുറേ ആൾക്കാരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഒരു ഇതായിട്ട് പോകുന്നതും ഉണ്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങനെ കാണാം. എന്തോരം അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തവളേൻ്റെ കരച്ചിൽ നമ്മളിങ്ങനെ കേൾക്കുന്നെങ്കിലും സാധനം ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ട് കാണുക. ഇഷ്ടക്കണക്കിനെന്ന് പറഞ്ഞാൽ ഇഷ്ടക്കണക്കിന് തവളെ. നമ്മുടെ ഫ്രണ്ടിലൊരു തവള ചവിട്ടല്ലേ ഭയം. ഇതെത്രയും നോക്കി നിന്ന് ഇത് എങ്ങനെ കൂടെ ഇരിക്കുന്നുണ്ടാ? ഇതിന് പുറത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടാ? അയ്യോ, ഇതെല്ലാം പുറത്തിരിക്കാനാന്ന് തോന്നുന്നു. ഓടിപ്പോടാ, ഇതിന് കഴിക്കാൻ ഫുഡൊന്നും കിട്ടാത്തോണ്ടാണ് കൊമാൻസിന്റെ കവർ ഇതെവിടെ പോവാ? ആണോ? എത്തി. ഞാൻ വിളിച്ച് കൊറേ കൂടെ ഉണ്ടെന്ന്. അവിടെയായിട്ടൊരു ഏണി കാണാതെ, അതിനകത്തൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചുറ്റി വരണതിന് പകരം അതിൽ കൂടെ ഇറങ്ങും പോലും. പക്ഷേ നമുക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. എനിക്കിഷ്ടമാണോ? എന്നാ ഞങ്ങൾ ഇതിൽ കൂടെ വരാം. ഇതിൽ കൂടെ. ഓ മാഷാ അല്ലാഹ്, മറ്റേ ഇങ്ങനെ കയറി വരുന്നുണ്ട്.
കേക്കുന്നുണ്ടോ? പിടിക്കരുത്, കൈ ചോറിയും. കാത്തു ഇറങ്ങിയോ? ബാ, വെള്ളത്തിൽ ഇറക്കാം. ബാ, പതുക്കെ 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 കാത്തു, പതുക്കെ പതുക്കെ നോക്കിയിറങ്ങും. എന്താ വെള്ളം എടുക്കണില്ലേ? ഈ കുളത്തിൽ കുളിച്ചാലാണോ അസുഖമൊക്കെ മാറുന്നത്? അപ്പോൾ ഇതാണ് വർഷങ്ങളായിട്ട് അയ്യൂബ് നബിക്ക് ഉണ്ടായിരുന്ന രോഗം മാറ്റിക്കൊടുത്ത കുളം. ഈ കുളത്തിലെ വെള്ളം കുടിക്കുകയും ഈ വെള്ളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നബിയുടെ അസുഖങ്ങളൊക്കെ മാറിയത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു മല കയറാൻ തുടങ്ങി. കുറച്ചൊക്കെ കയറി വന്നപ്പം ഇറങ്ങുന്ന പോലെ അല്ലല്ലോ, കയറ്റം കുറച്ചും കൂടി പാടാണല്ലോ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ കണക്കുള്ള പാടായിട്ട് നമുക്ക് തോന്നിയില്ല. അത് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം. അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും കുറേ സംസാരിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും കയറി ഇറങ്ങി പോകുമായിരുന്നില്ല. കുറച്ച് ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ അതിനുശേഷം നമ്മളൊരു എൻ്റെ അടുത്തായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, അവിടെ കൂടെ പോയി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിക്കാതെ വെച്ചു. നല്ല കാറ്റുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ദേഹമൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.